എല്ലാവരെയും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ക്ലാസ് പുനരാരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വെച്ചുകൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് പഠിപ്പിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഇതിന് മുമ്പത്തെ റേഷ്യോസ് കുറേ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു, ക്ലാസ്സുകൾ എടുത്തിരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് സന്ദർശിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കാദ്യം എന്താണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇത് നെറ്റ് ക്രെഡിറ്റ് സെയിലും ഒപ്പം തന്നെ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ബിൽസ് റിസീവബിളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന റേഷ്യോ ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ഹൗ ക്വിക്ക്ലി ഡെപ്റ്റേഴ്സ് ആർ റിലീസ്ഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്കറിയാം ഡെപ്റ്റേഴ്സ് ഉണ്ടാകുന്ന എപ്പോഴാണ്? ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് ക്യാഷ് തരാനുള്ള വ്യക്തികൾ ഉണ്ടാകുന്നത്, അല്ലേ? അവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് തരാനുള്ള ആളുകൾ എത്ര പെട്ടെന്നാണ് ആ ക്യാഷ് കമ്പനിയിൽ ക്യാഷ് അടയ്ക്കുന്നത്, പിന്നീട് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ള അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കുക. അതായത് എത്ര സ്പീഡിലാണ് ക്യാഷ് കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഡെപ്റ്റേഴ്സ് ദീർഘകാലത്തേക്ക് ഡെപ്റ്റേഴ്സ് തുടരുന്നത് നമുക്ക് നല്ലതല്ല. നമ്മൾ വിറ്റ ഉൽപ്പന്നത്തിൻ്റെ ക്യാഷ് നമുക്ക് ഉടൻ തന്നെ കിട്ടേണ്ടതാണല്ലേ. അപ്പോൾ ഡെപ്റ്റ് കളക്ഷൻ അതിൻ്റെ മാനേജ്മെൻറ്റ് എത്ര എഫിഷ്യൻ്റായിട്ട് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഒരു 12 ടൈംസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 ആണെങ്കിൽ അത് 12 ടൈംസ് ആണ്. അപ്പോൾ 12 ടൈംസിന് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിൽ 12 തവണ നമ്മുടെ ഡെപ്റ്റേഴ്സ് അത് ക്യാഷായിട്ട് മാറുന്നുണ്ടെന്നാണ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്ക് 365 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 30 ഈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു മാസത്തിലൊന്ന് വെച്ച് ഇത് ഡെപ്റ്റേഴ്സ് ക്യാഷായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ എന്നുള്ളതാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ബിൽസ് റിസീവബിളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് രണ്ടുമാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ കോമ്പോണൻസ് എന്ന് അറിയപ്പെടുന്നത്. ഒന്നാമതായിട്ട് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. അത് ഗ്രോസ് ക്രെഡിറ്റ് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രോസ് ക്രെഡിറ്റ് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് സെയിൽസ് കിട്ടും, അല്ലേ? ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂട്ടുന്നതാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസിൽ നിന്ന് നമുക്ക് ക്യാഷ് സെയിൽസ് മാത്രം കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഈ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കൂടി കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും, അല്ലേ? അപ്പോൾ ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ്. ഇനി രണ്ടാമത്തെ കോമ്പോണൻറ്റ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ കോമ്പോണൻറ്റിൽ ഡെപ്റ്റേഴ്സും ഉൾപ്പെടുന്നുണ്ട്, ഒപ്പം തന്നെ ബിൽസ് റിസീവബിളും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ഡെപ്റ്റേഴ്സിനെയും ബിൽസ് റിസീവബിളിനെ ഒരുമിച്ചാണ് നമ്മൾ പലപ്പോഴും അക്കൗണ്ട്സ് റിസീവബിൾസ് അല്ലെങ്കിൽ റിസീവബിൾസ് എന്ന് മാത്രം പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടി ചേരുന്ന എമൗണ്ടിനെയാണ് നമ്മളങ്ങനെ വിളിക്കുക. അപ്പോൾ ഇത് ഡിനോമിനേറ്റർ ഈസ് ആവറേജ് ഡെപ്റ്റേഴ്സ്. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അത് ആവറേജ് ഡെപ്റ്റേഴ്സ് ആണ്. ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആവറേജ് ബിൽസ് റിസീവബിളും ആവറേജ് ഡെപ്റ്റേഴ്സും കൂടി ചേരുന്നതാണ് ഈ താഴെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഐറ്റം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2 വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ആവറേജ് ബിൽസ് റിസീവബിളും കണ്ടുപിടിക്കാം. ഓപ്പണിംഗ് ബിൽസ് റിസീവബിളും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആവറേജ് ബിൽസ് റിസീവബിളും കിട്ടും, അല്ലേ? ഇനി ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ഓപ്പണിംഗ് ബിൽസ് റിസീവബിളും ഒന്നും തന്നിട്ടില്ല എങ്കിലോ നമുക്ക് ക്ലോസിംഗ് വാല്യൂസ്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും മാത്രം എടുത്താൽ മതി. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കത് രണ്ടും കൂടെ ആവശ്യമാണ്. അപ്പോൾ തന്നിട്ടില്ല എങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സോ ഓപ്പണിംഗ് ബിൽസ് റിസീവബിളോ തന്നിട്ടില്ല എങ്കിൽ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും മാത്രം നമ്മൾ ആഡ് ചെയ്ത് ഡിനോമിനേറ്ററായിട്ട് ഉപയോഗിച്ചാൽ മതിയാകും. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ടബിൾ ഡെപ്റ്റ്സ് അതൊന്നും നമ്മൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക.
അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ക്വസ്റ്റ്യനുകൾ ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കാം. ആവറേജ് കളക്ഷൻ പീരീഡാണ്. ആവറേജ് കളക്ഷൻ പീരീഡ് അതായത് ഒരു വിറ്റ് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു 30 ഡേയ്സാണ് നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമുക്കതിൻ്റെ മേൽ ക്യാഷ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഒരു ടൈംസ്, അതായത് 12 ടൈംസ് 10 ടൈംസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് എന്നുള്ളത് 30 ഡേയ്സ് അല്ലെങ്കിൽ പിന്നെ മന്ത്, ഒരു മാസം 2 മാസം അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കുക. അപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് കൂടുതൽ നമുക്ക് ഫോർമുല തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഒന്നാമത്തത് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 360 ഡേയ്സ് അല്ലെങ്കിൽ 12 മന്ത്സ് അത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതേ ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമുക്ക് മന്തിലുള്ളതാണ് വേണമെങ്കിൽ, അതായത് ആവറേജ് കളക്ഷൻ പീരീഡ് മന്തിലാണ് വേണ്ടതെങ്കിൽ 12നെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഡേയ്സിലുള്ള ആവറേജ് കളക്ഷൻ പീരീഡാണ് വേണ്ടതെങ്കിൽ 360നെ നമ്മൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 360 ഡേയ്സിന് എടുത്താൽ മതി. അത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ്. മൊത്തം നമുക്കറിയാം 365 ഡേയ്സാണ് ഒരു വർഷമുള്ളത്. പക്ഷേ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ 360 ഡേയ്സ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാനുള്ള മറ്റൊന്നാണ് ആവറേജ് ഡെപ്റ്റേഴ്സ്, അതായത് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവ്ഡ്. ആ രണ്ടോടെ നമ്മൾ കൂട്ടി ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിന് ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ, ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ, അതായത് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റ് ക്രെഡിറ്റ് സെയിൽസിന് 365 ഡേ ആണ് മൊത്തം ഉള്ളത് ഡേയ്സ്, അതുകൊണ്ട് ഹരിച്ചാൽ മതി, നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കുന്ന മറ്റൊന്നാണ് ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവ്ഡ്. ഇത് തന്നെ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. ഇവിടെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേക്ക് വരെ നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് മാത്രം എടുക്കുന്നു ഇൻറ്റു 365 ഡേയ്സ് അല്ലെങ്കിൽ 12 മന്ത്സ് അല്ലേ, അത് മന്ത്സിലോ ഡേയ്സിലാണോ വേണ്ടതെന്നനുസരിച്ച് അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമുക്ക് ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് വരണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാഷ് സെയിൽസ് കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും അല്ലേ. അതിൽ നിന്ന് സെയിൽസ് റിട്ടേണും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 1,75,000 ആണ്. ടോട്ടൽ സെയിൽസിൻ്റെ 20% ആണ് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 1,70,000-ൻ്റെ 20% കണ്ടുപിടിച്ച് അത് നമ്മൾ ഈ 1,70,000 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സെയിൽ ഒപ്പം തന്നെ അതിൽ നിന്ന് നമ്മൾ 20,000 ഈ റിട്ടേൺസോടെ കുറയ്ക്കുമ്പോൾ, അതായത് ക്രെഡിറ്റ് സെയിൽ എന്നുള്ള സെയിൽസ് റിട്ടേൺ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ക്രെഡിറ്റ് സെയിൽ കിട്ടും. നമുക്ക് ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് വാല്യൂയും ക്ലോസിംഗ് വാല്യൂയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ബിൽസ് റിസീവബിളോട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബിൽസ് റിസീവബിളിൻ്റെയും ആവറേജ് കണ്ടുപിടിക്കണമായിരുന്നു. എന്നിട്ട് ആ രണ്ടോടും തമ്മിൽ ആഡ് ചെയ്ത് നമ്മൾ ആ ഇക്വേഷനിൽ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ ആ ഒരു ഫോർമുല നമ്മൾ ആദ്യം എഴുതി വയ്ക്കുന്നു. ക്രെഡിറ്റ് സെയിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണ് അല്ലേ. ക്രെഡിറ്റ് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽ മൈനസ് ക്യാഷ് സെയിലാണ്. 1,70,000 നിന്ന് 1,70,000 മൈനസ് 20% അല്ലേ. 1,70,000-ൻ്റെ 20% കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ 1,70,000 നിന്ന് 20% കുറച്ച് നമുക്ക് 1,40,000 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 1,70,000-ൻ്റെ 80% അല്ലേ, 20% ക്യാഷ് സെയിൽ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 80% ആയിരിക്കും ക്രെഡിറ്റ് സെയിൽ നടത്തത്തിൽ. അങ്ങനെ നേരിട്ട് കണ്ടുപിടിക്കാം. 1,70,000 × 80% എന്ന് പറഞ്ഞാൽ നമുക്ക് 1,40,000 കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിച്ചു. ഇനി നെറ്റ് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ക്രെഡിറ്റ് സെയിൽ നിന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സെയിൽസ് റിട്ടേൺ 20,000 നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ ഗ്രോസ് ക്രെഡിറ്റ് സെയിൽ മൈനസ് സെയിൽസ് റിട്ടേൺ, അതായത് 1,40,000 മൈനസ് 20,000, 1,20,000 രൂപ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽ കിട്ടി. ഇനി നമുക്ക് ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് ഡെപ്റ്റേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതോടെ കൂട്ടുക അല്ലേ. 8,000-ഉം 12,000-ഉം കൂട്ടുക. അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 20,000 ഡിവൈഡ് ബൈ 2 നമുക്ക് 10,000 കിട്ടും അല്ലേ. 10,000 നമുക്ക് ഈ ഒരു ആവറേജ് ഡെപ്റ്റേഴ്സ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള 2 കോമ്പോണൻറ്റ് നമുക്ക് കിട്ടി. ഒന്ന് നെറ്റ് ക്രെഡിറ്റ് സെയിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു 1,20,000. നമ്മൾ ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിച്ചു നമുക്ക് 10,000. അപ്പോൾ 1,20,000 ഡിവൈഡ് ബൈ 10,000 നമുക്ക് 12 ടൈംസ് ആണ് നമുക്കിവിടെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അതുകൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നെങ്കിൽ 360 ഡിവൈഡ് ബൈ
ഈ 12 അല്ലേ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പം 360 എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഉത്തരം വരുന്നത് എന്തായിരിക്കും? ഡേയ്സിലായിരിക്കും അല്ലേ, 30 ഡേയ്സിന്. അല്ലെങ്കിൽ നമുക്ക് 12 മന്താണ് എടുക്കുന്നതെങ്കിൽ 360 പകരം 12 നമുക്ക് ന്യൂമറേറ്റർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 12. ഈ 12 എന്താണ്? ഈ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ് അല്ലേ. താഴെ ഡിനോമിനേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ 12 ഡിവൈഡ് ബൈ ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ മന്ത്സ് ഇൻ എ ഇയർ. അപ്പോൾ 12 ഡിവൈഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 1 മന്ത്. അതാണ് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ ആ രീതിയിൽ നമുക്ക് എടുക്കാം. ക്രെഡിറ്റ് സെയിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതായത് ആവറേജ് ഡെപ്റ്റേഴ്സ് 1,20,000 ഡിവൈഡ് ബൈ 360 എന്ന് പറയുമ്പോൾ 333.33 കിട്ടും. അതാണ് ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ. അപ്പോൾ 10,000 ആണ് നമുക്കറിയാം ആവറേജ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 333.33 എന്ന് പറഞ്ഞാൽ 30 ഡേയ്സ് നമുക്ക് കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ആവറേജ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 360 എന്ന് പറഞ്ഞാൽ അങ്ങനെയും നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ ഒരു 3-4 ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിച്ച ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 10,000 ഡിവൈഡ് ബൈ 1,20,000 അതാണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ. ഇൻറ്റു 360 എന്ന് പറയുമ്പോൾ നമുക്ക് 30 ഡേയ്സ് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പ്രോബ്ലം വരിക. നമുക്ക് മറ്റൊരു ടെക്സ്റ്റിലെ വേറൊരു പ്രോബ്ലം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ നോക്കാം. കാൽക്കുലേറ്റ് കളക്ഷൻ പീരീഡ് ഫ്രം ദി ഫോളോവിങ് ഡാറ്റ. ഇപ്പോൾ കളക്ഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്. ആവറേജ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കൂടെ കണ്ടുപിടിക്കണം അല്ലേ. അതിനനുസരിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ സെയിൽസ് വന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ക്രെഡിറ്റ് സെയിലായിട്ട് വരുന്നത് അല്ലേ. അതിൽ നിന്ന് നമുക്ക് സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. ഇപ്പോൾ ഇവിടെ സെയിൽസ് റിട്ടേൺ ആയിട്ട് നമ്മളൊന്നും തന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല. നെറ്റ് ക്രെഡിറ്റ് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് സെയിൽ തന്നെയായിരിക്കും. ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ബിൽസ് റിസീവ്ഡ് തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ഓപ്പണിംഗ് വാല്യൂവും ക്ലോസിംഗ് വാല്യൂവും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ നമ്മൾ ഓപ്പണിംഗ് വാല്യൂ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് വാല്യൂവും ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് വാല്യൂ നമ്മൾ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ഡെപ്റ്റേഴ്സ് കിട്ടും. അതുപോലെ തന്നെ ബിൽസ് റിസീവബിളിൻ്റെ ഓപ്പണിംഗ് വാല്യൂവും ബിൽസ് റിസീവബിളിൻ്റെ ക്ലോസിംഗ് വാല്യൂ നമ്മൾ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെയും ആവറേജ് കിട്ടും. പിന്നീട് ഇത് തമ്മിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലേ. ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ട് അതിനെ ഉപയോഗിക്കും. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ്. 3 lakhs മൈനസ് 50,000 2,50,000 വരും. ടോട്ടൽ സെയിൽസ് 3 lakhs എന്നും ക്യാഷ് സെയിൽസ് 50,000 എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇനി ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് വാല്യൂവും ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. പ്ലസ് 25,000 പ്ലസ് 25,000 നമ്മൾ റിസീവബിൾ ബിൽസ് റിസീവബിളിൻ്റെ ഓപ്പണിംഗ് വാല്യൂവും അതിൻ്റെ ക്ലോസിംഗ് വാല്യൂവും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ വിത്തിൻ ബ്രാക്കറ്റ്സിലൂടെ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നു, അതിനുശേഷം ഇത് ആഡ് ചെയ്യുന്നു, അതിനുശേഷം ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് ഡെപ്റ്റേഴ്സും ഇതിനെ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് ബിൽസ് റിസീവബിൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൂട്ടിയെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 50,000 രൂപ നമുക്ക് കിട്ടും. ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ 50,000. ഇനി നമുക്ക് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി 2,50,000 ഡിവൈഡഡ് ബൈ 50,000 5 ടൈംസ് നമുക്ക് കിട്ടും അല്ലേ. 2,50,000 ആണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽ. ഇവിടെ നമ്മൾ കണ്ടു ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ആണ് 50,000. അപ്പോൾ നമുക്ക് 5 ടൈംസ് ആണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടുക. ആവറേജ് കളക്ഷൻ പീരീഡും നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 365 നമുക്ക് 365 ഡിവൈഡഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ 73 ഡേയ്സ് അങ്ങനെ കിട്ടും. ഇതിന് പകരം നമ്മൾ 360 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ടോട്ടൽ നമ്പർ ഇൻ എ ഇയർ ഈസ് ടേക്കൺ ആസ് 360 എന്ന് അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ 360 വെച്ച് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 365 ടോട്ടൽ ഡേയ്സ് എടുക്കുകയാണെങ്കിൽ 73 ഡേയ്സ് നമുക്ക് അതും കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും കണ്ടുപിടിക്കാം. ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 365 അല്ലേ. ഇവിടെ 365 എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 73 ഡേയ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് പഠിക്കാം. പറഞ്ഞ പോലെ ക്ലാസ്സിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്